ഹലോ എവരിവൺ, ഐ എം കരുണാകരൻ. സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾ എഞ്ചിനീയറിംഗ് കോളേജിൽ അഡ്മിഷൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് സ്റ്റാർട്ട് ചെയ്തു. അലോട്ട്മെൻറ്റ് മെമ്മോയിൽ പറഞ്ഞ തുകയേക്കാൾ കൂടുതൽ കോളേജുകൾ ഫീസ് ചോദിക്കുന്നു എന്ന് നേരത്തെ ഒരു പാരന്റ് വിളിച്ച് പറയുകയായിരുന്നു. ഓർക്കുക, അലോട്ട്മെൻറ്റ് മെമ്മോയിൽ പറഞ്ഞത് ട്യൂഷൻ ഫീസ് മാത്രമാണ്. നിങ്ങൾ ചേരുന്ന കോളേജിൻ്റെ വെബ്സൈറ്റിൽ പോയി നോക്കണം. കാരണം അവിടെ പറയുന്ന ഫീ കൂടി നിങ്ങൾ കോളേജുകളിൽ അടക്കേണ്ടി വരും. ആ തുക കോളേജ് തീരുമാനിക്കുന്നതാണ്. അലോട്ട്മെൻറ്റ് മെമ്മോയിൽ പറഞ്ഞതിനേക്കാൾ കൂടുതൽ തുക എന്തായാലും കയ്യിൽ കരുതണം അഡ്മിഷന് പോകുന്ന സമയത്ത്. മറ്റൊരു കാര്യം കൂടി, നിങ്ങളുടെ അഡ്മിഷൻ പ്രോസസ്സ് കഴിഞ്ഞാൽ പ്രിൻസിപ്പാൾ ഒപ്പിട്ട ഒരു അഡ്മിഷൻ സ്ലിപ്പ് നിങ്ങൾക്ക് തരും. നിങ്ങൾ ആ കോളേജിൽ ചേർന്നു എന്നതിനുള്ള തെളിവാണ്. അത് മാത്രമാണ് നിങ്ങളുടെ കയ്യിലുള്ള പ്രൂഫ്. അത് വാങ്ങി വെക്കണം. അതുപോലെ തന്നെ അടച്ച ഫീസ് റെസിപ്റ്റും നന്നായിട്ട് സൂക്ഷിച്ച് വെക്കണം. ഹോസ്റ്റലിൽ ചേരാൻ ആഗ്രഹിക്കുന്ന കോളേജ് ഹോസ്റ്റലിൽ ചേരാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ കോളേജ് അഡ്മിഷനോടൊപ്പം തന്നെ ഹോസ്റ്റലിൽ ചേരാനുള്ള ആപ്ലിക്കേഷൻ കൂടി പൂരിപ്പിച്ച് കൊടുക്കണം. കാരണം ഗവൺമെൻറ് കോളേജുകളിലൊക്കെ ഹോസ്റ്റൽ സൗകര്യം ഫസ്റ്റ് ഇയേഴ്സിന് കിട്ടാൻ കുറച്ച് ടൈറ്റ് ആയിരിക്കും. ആ സീനിയോറിറ്റി അനുസരിച്ചാണ് കൊടുക്കുക. എന്തായാലും ഉടനെ ആപ്ലിക്കേഷൻ കൊടുക്കുക. കോളേജ് ചേരുന്നതോടൊപ്പം തന്നെ ഹോസ്റ്റലിനുള്ള ആപ്ലിക്കേഷനും കൂടി കൊടുക്കുക. ഫസ്റ്റ് ഇയർ കോളേജിൽ എന്തായാലും കോളേജ് ഹോസ്റ്റലിൽ ചേർന്ന് പഠിക്കുന്നതായിരിക്കും കൂടുതൽ ഗുണം ചെയ്യുക. നിങ്ങളുടെ പക്കലുള്ള ഡോക്യുമെൻറ്റ്സ്, അതായത് 10th 12th സർട്ടിഫിക്കറ്റുകളും മറ്റ് രേഖകളും ഒക്കെ കോളേജ് അഡ്മിഷൻ ടൈമിൽ അവർ വാങ്ങിച്ചു വെക്കും. അത് കൊടുക്കാൻ നിങ്ങൾ മടിക്കേണ്ട കാര്യമില്ല. കാരണം ലെറ്റ് ദം കീപ് വിത്ത് ദം. കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയുടെ വെരിഫിക്കേഷൻ്റെ സമയത്ത് അവർക്കത് അവരെ കാണിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടിയാണ് അവരത് വാങ്ങിച്ചു വെക്കുന്നത്. ധൈര്യമായിട്ട് കൊടുത്തോളൂ. പിന്നെ ഫോട്ടോ കോപ്പിയൊക്കെ ആവശ്യത്തിന് എടുത്തു വെച്ചിട്ടുണ്ടാവുമല്ലോ. അഡ്മിഷൻ അടുത്ത ദിവസങ്ങളിലും തുടരും. താങ്ക് യു ഫ്രണ്ട്സ്. സീ യു അഗെയിൻ.